തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം കാലത്തെ വെല്ലുന്ന അത്ഭുതം. ഭാരതത്തിന്റെ ഹൃദയഭാഗത്ത് തമിഴ്നാട്ടിലെ കാവേരി നദീതടത്തിൽ 1000 വർഷങ്ങൾക്കിപ്പുറവും ഒരു വിസ്മയമായി നിലകൊള്ളുകയാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. പെരിയ കോവിൽ അഥവാ വലിയ ക്ഷേത്രം എന്ന് തമിഴ് മക്കൾ വിളിക്കുന്ന ഈ പുണ്യകേന്ദ്രം വെറുമൊരു ആരാധനാലയമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച വാസ്തുവിദ്യയുടെയും എഞ്ചിനീയറിംഗിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ക്രിസ്തുവർഷം 1004 ചോള സാമ്രാജ്യത്തിലെ കരുത്തനായ രാജാവ് രാജരാജ ചോളൻ ഒന്നാമനാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. വെറും 6 വർഷങ്ങൾ കൊണ്ട്, അതായത് 1010 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി. 1000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ പോലെയുള്ള ആധുനിക യന്ത്രസാമഗ്രികൾ ഇല്ലാതിരുന്ന ആ കാലത്ത് ഇത്രയും വലിയൊരു നിർമ്മിതി ഇത്ര വേഗത്തിൽ പൂർത്തിയാക്കി എന്നത് ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഓരോ കല്ലിലും ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു രഹസ്യമാണ്. പൂർണ്ണമായും ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് ഈ മഹാക്ഷേത്രം പണിതിരിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷം ടൺ ഗ്രാനൈറ്റ് ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യം മറ്റൊന്നാണ്. തഞ്ചാവൂരിന് ചുറ്റുമുള്ള 60 കിലോമീറ്റർ പരിധിയിൽ എവിടെയും ഒരു ഗ്രാനൈറ്റ് ഖനി പോലുമില്ല. ടൺ കണക്കിന് ഭാരമുള്ള ഈ കൂറ്റൻ പാറകൾ കിലോമീറ്ററുകളോളം ദൂരെ നിന്ന് ആയിരക്കണക്കിന് ആനകളെ ഉപയോഗിച്ചാണ് ഇവിടെ എത്തിച്ചത്. നമ്മൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് ഭീമാകാരമായ നന്ദി പ്രതിഷ്ഠയാണ്. ഒരൊറ്റ പാറയിൽ കൊത്തിയെടുത്ത ഈ നന്ദിക്ക് 13 അടി ഉയരവും 16 അടി നീളവുമുണ്ട്. ഇതിന്റെ ഭാരം ഏകദേശം 20 ടണ്ണാണ്. ചോളന്മാരുടെ കാലത്ത് കൊത്തിയെടുത്ത ഈ നന്ദി വിഗ്രഹം ഇന്നും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നു. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വിമാനത്തിലേക്ക് അഥവാ പ്രധാന ഗോപുരത്തിലേക്ക് നോക്കാം. 216 അടി ഉയരമുള്ള ഈ ഗോപുരം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒന്നാണ്. ഇതിനെ ദക്ഷിണമേരു എന്നാണ് വിളിക്കുന്നത്. ഈ ഗോപുരത്തിന് മുകളിൽ വട്ടത്തിലിരിക്കുന്ന ആ വലിയ കല്ല് കണ്ടോ? കുംഭം എന്നറിയപ്പെടുന്ന ആ ഒറ്റ കല്ലിന് മാത്രം 80 ടൺ ഭാരമുണ്ട്. ആധുനിക ക്രെയിനുകൾ പോലുമില്ലാത്ത കാലത്ത് അത്രയും വലിയൊരു കല്ല് എങ്ങനെ 216 അടി മുകളിലെത്തിച്ചു? ചരിത്രകാരന്മാർ പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള സാരാപ്പള്ളം എന്ന സ്ഥലത്ത് നിന്ന് ഒരു വലിയ മൺപാത അഥവാ റാമ്പ് നിർമ്മിച്ച് ആനകളെക്കൊണ്ട് വലിപ്പിച്ചാണ് ആ കല്ല് മുകളിലെത്തിച്ചത് എന്നാണ്. മറ്റൊരു വിസ്മയം ഇതിൻ്റെ നിർമ്മാണ ശൈലിയാണ്. സിമന്റോ മണ്ണോ മറ്റു പശകളോ ഒന്നും തന്നെ ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടില്ല. ഇന്റർലോക്കിംഗ് രീതിയിൽ, അതായത് കല്ലുകൾ തമ്മിൽ കൊളുത്തിവെക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇവിടെ പരീക്ഷിച്ചിരിക്കുന്നത്. ഈ പ്രത്യേകത കൊണ്ടാണ് വലിയ ഭൂകമ്പങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിച്ച് 1000 വർഷമായി ഈ ക്ഷേത്രം കുലുങ്ങാതെ നിൽക്കുന്നത്. ഉച്ചസമയത്ത് ഈ ഗോപുരത്തിന്റെ നിഴൽ നിലത്ത് വീഴില്ല എന്നൊരു വിശ്വാസം നിലവിലുണ്ട്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഗോപുരത്തിന്റെ തട്ടുതട്ടായുള്ള നിർമ്മാണം കാരണം നിഴൽ അതിൻ്റെ തന്നെ അടിത്തറയിൽ ഒതുങ്ങിപ്പോകുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ചോളന്മാരുടെ ജ്യോതിശാസ്ത്ര അറിവ് ഇതിൽ നിന്നും വ്യക്തമാണ്. ക്ഷേത്രത്തിന്റെ ചുമരുകൾ ചരിത്ര പുസ്തകങ്ങളാണ്. പഴയ തമിഴ് ലിപിയിലും സംസ്കൃതത്തിലും രാജാവിന്റെ ഉത്തരവുകളും ദാനങ്ങളും ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ വിവരങ്ങളും വരെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീകോവിലിന് ചുറ്റുമുള്ള ഇടനാഴികളിൽ ഭരതനാട്യത്തിലെ 108 മുദ്രകൾ ശില്പങ്ങളായി കാണാം. അക്കാലത്തെ പ്രകൃതിദത്തമായ നിറങ്ങൾ കൊണ്ട് വരച്ച ചുവർച്ചിത്രങ്ങൾ ഇന്നും മങ്ങാതെ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഭഗവാൻ ശിവൻ ബൃഹദീശ്വരനായി വാഴുന്ന ഈ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യ തുരങ്കങ്ങളും അറകളും ഇന്നും പൂർണ്ണമായി പര്യവേക്ഷിക്കപ്പെട്ടിട്ടില്ല. രാജാവിനും കുടുംബത്തിനും സുരക്ഷിതമായി സഞ്ചരിക്കാൻ പണിത ഈ തുരങ്കങ്ങൾ തഞ്ചാവൂർ കൊട്ടാരത്തിലേക്കും മറ്റ് പ്രധാന സ്ഥലങ്ങളിലേക്കും നീളുന്നു എന്ന് പറയപ്പെടുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ മഹാക്ഷേത്രം ഭാരതത്തിന്റെ അഭിമാനമാണ്. നമ്മുടെ പൂർവികരുടെ അറിവും കഴിവും കഠിനാധ്വാനവും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ഓരോ ഭാരതീയനെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പെരിയ കോവിൽ.